ഹലോ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ബി എന്ന വെർബിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനു മുമ്പ് എന്താണ് ഒരു വെർബ്? Verb is a word denotes an action, an occurrence or a state of being. ഒരു പ്രവൃത്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയെയോ കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് വെർബ്. ലൈക്ക് കഴിക്കുക, പോവുക എന്നൊക്കെ പറയുന്ന പോലെ. ബിയും ഒരു ഇമ്പോർട്ടൻറ്റ് വെർബാണ്. ഇറ്റ് കണക്ട് സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ടു മോർ ഇൻഫർമേഷൻ. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ കൂടുതൽ ഇൻഫർമേഷനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബി യൂസ് ചെയ്യാം. ബി ക്യാൻ ആക്ട് ആസ് മെയിൻ വെർബ് ആൻഡ് ഓൾസോ ആസ് ആൻ ഓക്സിലറി വെർബ്. ബിക്ക് ഒരു സെൻറ്റൻസിൽ മെയിൻ വെർബായിട്ടും അല്ലെങ്കിൽ ഓക്സിലറി വെർബായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ്. ഫസ്റ്റ്, ബി ആസ് എ മെയിൻ വെർബ്. മെയിൻ വെർബ് എന്നാൽ ഒരു വാചകത്തിലെ പ്രധാനപ്പെട്ട ആക്ഷനെ അത് കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ടീച്ചർ. ഈസ് എന്നത് ബിയുടെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ ബിയുടെ ഒരു ഫോമാണ് ഈസ്. ഒരാളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി പറയുമ്പോൾ ഇറ്റ് ആക്ട് ആസ് ദി മെയിൻ വെർബ്. അവൾ ഒരു ടീച്ചറാണ്. ഇവിടെ ഈസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവളുടെ ഐഡൻറ്റിറ്റിയെയാണ്. ഇനി ഹെൽപ്പിംഗ് വെർബായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് റീഡിങ്. അവൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മെയിൻ വെർബ് റീഡിങ് ആണ്. ഈസ് ഇവിടെ അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ബിയുടെ ഡിഫറൻസ് ഫോംസിനെ പറ്റി പഠിക്കാം. ദ വേർബ് ബി ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെൻസ് ആൻഡ് സബ്ജക്റ്റ്. ബിയുടെ ഫോംസ് സെൻറ്റൻസിലെ സബ്ജക്റ്റിനും ടെൻസിനും അനുസരിച്ച് മാറും. ഫസ്റ്റ്, പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കിയാലോ. ഇപ്പം നമ്മൾ ഐ യൂസ് ചെയ്ത ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാമെന്ന് വെക്കാം. അപ്പോൾ ബിയുടെ ഫോം എന്തായിരിക്കും എന്നറിയാമോ? ആം ആയിരിക്കും. ഐ ആം. ഇപ്പം യു യൂസ് ചെയ്താണ് നമ്മൾ സെൻറ്റൻസ് എഴുതുന്നതെങ്കിലോ യു ആർ. ഹി, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ ഈസ് യൂസ് ചെയ്യണം. അതേപോലെ വി ആർ, ദേ ആർ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്. ഷീ ഈസ് ടയേർഡ്. അവൾ ക്ഷീണിതയാണ്. ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാണ്. ഇനി പാസ്റ്റ് ടെൻസ് നോക്കാം. ഇപ്പം ആദ്യം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഈസ്, ആർ എന്നൊക്കെ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ എന്താവും? പാസ്റ്റ് ടെൻസ് ആവും. ഐ വാസ്, ഇറ്റ് വാസ്, യു വേർ, വി വേർ, ദേ വേർ. ഇനി ഭാവി കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലോ ഫ്യൂച്ചർ ടെൻസിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ വിൽ ബി യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ബി ബിസി ടുമാറോ. ഞാൻ നാളെ ബിസി ആയിരിക്കും. ഷീ വിൽ ബി എ ഗ്രേറ്റ് സിംഗർ. ദേ വിൽ ബി റെഡി. ഇനി കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ബി ഒരു ഹെൽപ്പിംഗ് വെർബായിരിക്കും. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബിയുടെ സ്ട്രക്ചർ ആയിരിക്കും എന്തായിരിക്കും? ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി എന്നായിരിക്കും. എക്സാമ്പിൾ, ഷീ ഈസ് സ്റ്റഡിയിങ്. ഐ വാസ് റീഡിങ്. ദേ ആർ പ്ലേയിങ്. ദേ വേർ ടോക്കിംഗ്. ഐ വിൽ ബി ട്രാവലിംഗ് ടുമാറോ. ഓക്കെ. ഇനി നെക്സ്റ്റ്, പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്നത് വാക്കുകളുടെ ഒരു രീതിയാണ്. ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. ഇവിടെ പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ബി യൂസ് ചെയ്യാമെന്ന് നോക്കാം. ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. I repeat, be is used with the past participle form of the verb. For example, the work is done. Okay. ബിയുടെ ഫോം എന്താ ഇതിൻ്റെ അകത്ത്? ഈസ് ആണ്. ഓക്കെ. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ഡു ആണ്. വെർബ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡൺ. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ, the road was cleaned yesterday. The game will be played tomorrow. ഓക്കെ. ഇനി നെഗറ്റീവ് സെൻറ്റൻസിൽ ബി വരുമ്പോൾ എന്തായിരിക്കും നോക്കിയാലോ.
To make negatives, add not after be. നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ ബിക്ക് ശേഷം നോട്ട് ആഡ് ചെയ്യണം. ഐ ആം നോട്ട് ഹംഗ്രി. ഷീ വാസ് നോട്ട് അറ്റ് സ്കൂൾ. ദേ വിൽ നോട്ട് ബി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കിയാലോ. ഹിയർ ബി കംസ് ബിഫോർ ദ സബ്ജക്റ്റ്. ഇവിടെ ബി സബ്ജക്റ്റിന് മുമ്പാണ് വരിക. ഫോർ എക്സാമ്പിൾ, ആർ യു റെഡി? ഈസ് he your brother? Were they in the park? ഓക്കെ, ഇനി കൊച്ചു ഷോർട്ട് ആൻസേഴ്സ് പറയുമ്പോൾ ബി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കണം, ആർ യു ടയേർഡ്? എങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് ആൻസർ ചെയ്യാം? യെസ് ഐ ആം, അല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. വാസ് ഹി ലേറ്റ്? യെസ് ഹി വാസ്, ഓർ നോ ഹി വാസൻറ്റ്. ഇപ്പം ബി എന്ന വെർബ് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. ബിയെ കുറിച്ച് പഠിച്ച സെൻറ്റൻസുകളിൽ ശരിയായി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.